ഇതിന്റെ അതിരുവിട്ടതിന്റെ ഉപയോഗത്തിന്റെയും അതിരുവിട്ട ആസ്വാദനത്തിന്റെയും അവസ്ഥ എവിടെ എത്തി? വിദ്യാഭ്യാസത്തിന് വേണ്ടി മംഗലാപുരത്ത് ചെന്ന് അവസാനം 10 ദിവസം ലീവ് ഉണ്ടായിട്ടും ഞാൻ കമ്പയർ സ്റ്റഡിക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാനുമ്മ എന്ന് പറഞ്ഞ പെൺകുട്ടി മൂന്നാമത്തെ ദിവസം കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഫ്ളാറ്റിൽ ആൺ സുഹൃത്തിന്റെ, പണ്ടതിന് ജാരൻ എന്നും പറയാ, ഇപ്പൊ ഒന്നും കൂടി പരിഷ്കരിച്ചു, കുറെ കാലം ആൺ സുഹൃത്ത്, ഇപ്പൊ ബെസ്റ്റി എന്നാ പറയാ, ബെസ്റ്റിയുടെ റൂമിൽ ആത്മഹത്യ ചെയ്തു. ഈ പിടുത്തം വിട്ട പോക്ക് കാണുമ്പോഴും പത്രത്തിൽ വായിച്ചിട്ട് ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് ആസ്വദിക്കുന്ന സ്വന്തം പുരയിൽ ഇറങ്ങിപ്പോകുന്ന മോക്ക് കണങ്കാന്റെ മേലെ ചരടുണ്ട്, ഓളെ ശരീരത്തിലേക്ക് മാന്യത പറയാത്ത വസ്ത്രമുണ്ട്, സമൂഹത്തിന്റെ ഇടയിൽ പരിഷ്കാരിയായി ജീവിക്കാൻ വെപ്രാളപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പണം വാരിയതറുന്ന മാതാപിതാക്കളുണ്ട്. എന്നിട്ട് അവര് പറയാ ഇപ്പോഴത്തെ കാലത്തിന്റെ ഒരു പോക്കേന്ന്. കാലമല്ല കുറ്റവാളി, നിങ്ങൾ കാലത്തിനെ കുറ്റം പറയരുത്. കുറ്റവാളികൾ മാറാത്ത മനുഷ്യന്റെ കുടുംബത്തിന്റെ ഹൃദയങ്ങളാ. ഇത് പഠിപ്പിച്ചു കൊടുക്കാനുള്ളതായിട്ട് മദ്രസ ഇപ്പൊ ആർക്കും വേണ്ട. കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആളുകൾക്ക് താല്പര്യമില്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. രാവിലെ എണീച്ച് പറഞ്ഞേപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ റിസ്കാപ്പോ. അതിന്റെ അറിവില്ലായ്മ നമ്മളെ മക്കളെ സ്വാധീനിക്കുമ്പോൾ 4 കാലിൽ മക്കളെ എഴുന്നൊരവസ്ഥയിലേക്ക് സമൂഹം മക്കളെ എത്തിച്ചു. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഇതൊക്കെ അറിഞ്ഞു പണിയെടുക്കുന്ന അടിത്തട്ടിൽ ലിബറൽ മനോഭാവം വെച്ചു പുലർത്തുന്ന ദുഷ്ട മനസ്സുകൾ അറിഞ്ഞു പണിയെടുത്തുകൊണ്ടിരിക്കുക. ചരിത്രത്തിന്റെ ഓരോ സെക്കൻഡുകൾ വായിച്ചറിഞ്ഞോളി. കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഇടക്ക് കേരളത്തിന്റെ അടിവേരിൽ കുത്തിവെക്കപ്പെട്ട മാരിയ കൊറോണയല്ല, കേരളത്തിന്റെ അടിവേരിൽ കുത്തിവെക്കപ്പെട്ട മഹാമാരി ലിബറലിസമാ, നിരീശ്വരവാദമാ. മതമാണ് പ്രശ്നം എന്ന് പഠിപ്പിക്കുന്ന ക്യാമ്പസുകളും അന്യന്റെ സഹോദരന്റെ മാറിടങ്ങളിലേക്ക് കമ്പികൾ കുത്തിത്താഴ്ത്തി രക്തത്തിന്റെ ചുവപ്പാണ് ആണത്വത്തിന്റെ ചുവപ്പെന്നും പള്ളിക്കൂടങ്ങളാണ് വേണ്ടതെന്നും പള്ളികളിലെന്നും സ്ഥാപിക്കപ്പെടുന്ന ലിബറൽ മനോഭാവത്തിലേക്ക് ആധുനിക കൗമാരങ്ങളെയും യൗവനങ്ങളെയും യുവത്വങ്ങളെയും യുവതികളെയും കൊണ്ടെത്തിക്കാൻ പറ്റിയതിന്റെ ഭവിഷ്യത്തുകളാണ് രക്ഷിതാക്കളെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാഷ്ട്രീയം പറയാന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. മതത്തിന്റെ അതിർവരമ്പിൽ നിന്നും ഒരു മനുഷ്യൻ പോകുന്നത് പിന്നീട് നിരീശ്വരവാദത്തിന്റെ ഭാഗത്തേക്കാ. കാരണം എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഞാൻ എന്താ കള്ളുടിക്കാത്ത, ഞാൻ എന്തുകൊണ്ടാ പെണ്ണു പിടിക്കാത്ത, ഞാൻ എന്തുകൊണ്ടാ ഫാഷൻ അനുസരിച്ചിട്ട് വെറൈറ്റി ആയിട്ട് നടക്കാത്ത? എന്റെ മതം എന്നോട് പറഞ്ഞു അതൊന്നും ചെയ്യരുത് എന്ന്. അല്ലാണ്ട് എന്റെ വാപ്പ പറഞ്ഞാലോ മോനെ കുടിക്കല്ലേ എന്ന്. എന്റെ മതം എന്നോട് പറഞ്ഞു കുടിക്കല്ലേ, നാടിന് ദുരന്താവും, വലിക്കല്ലേ, നാടിന് ദുരന്താവും. അന്യന്റെ പെണ്ണുങ്ങളെ പോയി ആഗ്രഹിക്കല്ലേ, വേറെ പെൺമക്കളോട് കഞ്ഞും കയ്യും കാണിക്കല്ലേ, അതൊരു കുടുംബത്തിന്റെ കണ്ണീരാവും. ശരി, ഞാൻ ആ മതം പൊട്ടിച്ചെറിഞ്ഞു എന്ന് സങ്കല്പിച്ചോളൂ നിങ്ങള്. പിന്നെ എനിക്ക് കുടിക്കാം, പിന്നെ എനിക്ക് വലിക്കാം, പിന്നെ എനിക്ക് ഏത് പെണ്ണിനെയും തൊള്ളിടാം, എനിക്ക് ഏത് പെണ്ണിനെയും ആസ്വദിക്കാം. അതാണ് ഇന്നത്തെ LGBTQ മഴവില്ല് നിറങ്ങൾ. ലെസ്ബിയൻ പെണ്ണിനെ കെട്ടാം, ആണിനെ കെട്ടാം. പ്രകൃതി നിയമങ്ങളൊന്നും അവർ പാലിക്കൂല. അത് പാടില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മൾ മദ്രസാപൊട്ടനായി മാറും. ഇനി സ്വന്തം മാതാവിനോട് പോലും ലൈംഗികാസക്തി തോന്നാം, സ്വന്തം പിതാവിൽ നിന്നും ഗർഭം ധരിക്കാം, ഏതോ ആണിന്റെ ഗർഭം ധരിച്ച് സമൂഹത്തിന്റെ വലുപ്പം കൂട്ടാം എന്ന ചിന്താഗതിയിലേക്ക് സമൂഹത്തിയപ്പോ ഇന്നും മറയില്ലാതെ തോന്നിവാസങ്ങളുടെ ലോകമായി നമ്മുടെ നാട് മാറാൻ തുടങ്ങി. അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പലതും കുത്തഴിഞ്ഞ ലഹരിയുടെ കടന്നുകയറ്റം. എത്ര ആൺമക്കളെ അമ്മാര് പേടിച്ച് ജീവിക്കുന്നതെന്നറിയോ? എത്ര ആൺകുട്ടികളാണെന്നറിയാകോ ലഹരിക്ക് കീഴ്പ്പെട്ട് അടിമപ്പെട്ട് ജീവിക്കുന്നത്? ഇനി ഇത്തരത്തിലുള്ള ഒരു ഖുറാൻ ക്ലാസ് ഒക്കെ ഒന്ന് സംഘടിപ്പിച്ചാലോ അവിടെ നമ്മളെ മക്കളില്ല, അവിടെ നമ്മളെ മക്കൾക്ക് സ്ഥാനം പോലും കിട്ടാത്തൊരവസ്ഥ. ഞാൻ പറയാറുണ്ട്, MSM കേരളത്തിൽ പലരും പറയാറുണ്ട് എന്താപ്പം ഇവിടെയൊക്കെ ഉണ്ടാക്കിയത് എന്ന്. കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ, മദർ തുടർ വിദ്യാഭ്യാസ പദ്ധതി MSM കൊണ്ടുവന്നു. CRE, നമ്മളെ മക്കൾ എത്ര പേര് അതിന് പോകുന്നുണ്ട്. ഹൈസെക്കുകൾ വന്നു, പ്രോഫ്കോണുകൾ വന്നു. ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളെ കുടുംബത്തിലേക്ക് തൗഹീദിന്റെ വെളിച്ചവും ഹറാമിന്റെ ഗൗരവവും മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതിനെന്തു വേണം? ആ ഹറാമിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന നിലക്ക് ഹക്കും ബാത്തിലും വേർതിരിച്ച് നമ്മളെ കുടുംബത്തെ നമ്മൾ പര്യാപ്തമാക്കണം. സമയത്തിന്റെ പരിമിതിയുണ്ട്. രണ്ടാമത്തെ യോഗ്യത വർള ബിമാ ഖസമല്ലാഹു ലക, അള്ളാഹു നമുക്ക് തന്നതിൽ നമ്മൾ തൃപ്തിപ്പെടണം. ഫതകുൻ അഗന്നന്നാസ്, ജനങ്ങളിൽ വലിയ ഐശ്വര്യം ഉണ്ടാവും. മനുഷ്യന്മാര് ഇന്ന് ചിന്തിക്കുന്ന എന്താണെന്നറിയാവോ? വലിയ വീടുണ്ടാവുക,
ഒരുപാട് പൈസ ഉണ്ടാവുക, നാട്ടുകാരെ കാണിക്കാൻ അടിച്ചുപൊളിച്ച് ജീവിക്കുക, ലക്ഷറി ലൈഫിലേക്ക് എത്തുക, ഇതാ ഐശ്വര്യം എന്നാ വിചാരിക്കുന്നത്. അത് പ്രൊഡക്റ്റ് ചെയ്യപ്പെടുന്ന എത്ര യൂട്യൂബന്മാരെയാണെന്നറിയോ ഉമ്മാരും വാപ്പാരും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പൈസ എന്നുള്ള ഒരു ആർത്തിയിലേക്ക് മനുഷ്യൻ മാറിയതിന്റെ പരിണിതഫല ഒരു സാധു ആത്മഹത്യ ചെയ്യാനുള്ള കാരണം. അവിചാരിതമായി അപ്രതീക്ഷിതമായി കമ്പി പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ തന്റെ ബാഗ് പിടിക്കുമ്പം അറിയാതെ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ സ്പർശിക്കപ്പെട്ടപ്പോ വീണ്ടും വീണ്ടും ഇടത്തെ കൈയിൽ ഫോൺ പിടിച്ച് ആണിന്റെ ശരീരത്തിലേക്ക് ശരീരം ഉന്തിപ്പിടിച്ച് തള്ളാൻ ഒരസാൻ അവകാശവും സാവകാശവും അവസരം ഉണ്ടാക്കി കൊടുത്ത് അവസാനം റീച്ചിന് വേണ്ടിയിട്ട് 4 കട്ടുകളാക്കി കട്ട് ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് പ്രൊഡക്റ്റ് ചെയ്യപ്പെട്ടപ്പോ റീൽസിന് വേണ്ടിയിട്ടും വ്ളോഗേഴ്സിന് വേണ്ടിയിട്ടും ലൈക്കിനും ഷെയറിനും വേണ്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടമായി മാറി. അത് നമ്മൾ ആ പെണ്ണിനെ കുറ്റം പറയുമ്പോൾ നമ്മളെ പുരയിലുണ്ട് അങ്ങനത്തെ കുറെ ആൾക്കാര്. ഓല ചിന്ത എന്താണെന്നറിയോ? മക്കളുടെ ബർത്ത്ഡേ സ്റ്റാറ്റസ് ഇടാൻ, റീൽസ് ഉണ്ടാക്കാൻ മാത്രം മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവര്, പ്രവാചകന്റെ ജന്മദിനം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുസൽമാന്റെ കുടുംബത്തിൽ നിന്ന് മക്കളുടെ ആയുസ് പോയത് ആഘോഷിക്കുന്ന പമ്പരവിഡികൾ. അതല്ലേ നമ്മുടെ ബർത്ത്ഡേ ആഘോഷം? എന്റെ മോന് പടച്ചോൻ തീരുമാനിച്ച 25, 28, 30, 45, 60 വയസ്സിൽ നിന്ന് ഓന്റെ ചെറുപ്പത്തിലുള്ള ഒരു 4-5 വയസ്സ് പെട്ടെന്ന് തീർന്നപ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് ആഘോഷിക്കുക. വാപ്പാരുമാരും കളർ കുപ്പായിട്ട് വരിക, തൊപ്പി ഇടുക, ക്രൈസ്തവന്മാരുടെ പോലെ കേക്ക് മുറിക്കുക, രാണാലും മുഖത്ത് കുറെ വാരി പറ്റിക്കുക, കുറെ ആൾ ഇങ്ങോട്ടെറിയ, രാത്രി ഇതല്ല തന്യകൗമിന് വേണ്ടിയിട്ട് കുറച്ച് മറ്റോ കൊടുക്കുക. ഈ ജീവിതത്തിലേക്ക് നമ്മളെ നാടുകളും നഗരങ്ങളും മാറാൻ തുടങ്ങി. ഇതൊന്നുമല്ല അവസാനിക്കുന്നില്ല. ഇന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ അമ്പരപ്പോടെ കണ്ടു വയസ്സറിയിച്ചൊരു പെണ്ണിന്റെ ഋതുമതി കല്യാണം. കാത്തിരിക്കുക. 50 വയസ്സ് കഴിഞ്ഞ ഒരു ഉമ്മാക്കും വാപ്പാക്കും മക്കൾ കൊടുക്കുക. 50ാം വയസ്സിൽ വെഡിങ് ആനിവേഴ്സറി. പാപ്പയമ്മയും കുളിച്ച് കുപ്പായിട്ടിട്ട് ഈ സാധു വയസ്സന്മാര് 2 ആളും കൂടി മീഡിയന്റെ മുൻപിൽ വന്നിരുന്നേ മക്കൾക്കനുസരിച്ച് തുള്ളുക. ഇതൊക്കെ ചിലർ പറയും ഇതൊക്കെ മനുഷ്യരെ തുടങ്ങുന്ന മാതിരി നിങ്ങൾക്ക് നിർത്താനാവൂല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, തുടങ്ങുന്നത് പോലെ നിങ്ങൾക്ക് നിർത്താനാവൂല. 16 കൊല്ലങ്ങൾക്ക് മുൻപ് മഞ്ഞക്കല്യാണം വന്നപ്പോൾ അത് പാടില്ല എന്ന് പ്രസംഗിച്ചു കേരളത്തിലെ മുജാഹിദീങ്ങൾ. ഇന്ന് മഞ്ഞമ്മ തീരുവോ? പച്ചയുണ്ട്, ചോപ്പുണ്ട്, കറുപ്പുണ്ട്, വെളുപ്പുണ്ട്, ഇനി വേറെ നിറണ്ടോ നോക്കുക. ബർത്ത്ഡേ ആഘോഷങ്ങള്, വെഡിങ് ആനിവേഴ്സറികള്, ഋതുമതി കല്യാണങ്ങള്, വയസ്സറിയിച്ച കല്യാണം, പല്ലു വന്ന കല്യാണം കുട്ടിക്ക്. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് വാൽപ്പച്ചെറുപ്പല്ലാണ്ട് ഉമ്മയും വാപ്പയും മക്കളും കൂടി കാത്തിരിക്കുന്ന ഒരു കോലം. ആഘോഷങ്ങളും ആസ്വാദനങ്ങളും മാത്രം പുൽകുന്ന ഒരു തലമുറയിലേക്ക് മാറുമ്പോൾ അവർക്ക് മതിയാവുന്നില്ല. ഒന്നും പടച്ചോൻ തന്നതൊന്നും അവർക്ക് മതിയാകുന്നില്ല. പണ്ട് കാലത്ത് ഞാൻ പറയാറുണ്ട്, എന്തെങ്കിലും കിട്ടിയാ തിന്ന് ജീവിച്ചോലായിരുന്നു നമ്മളെ വല്യാപ്പാരൊക്കെ. ഇപ്പോഴും എൻ്റെ വാപ്പങ്ങനെ ഇടക്കിടക്ക് കണ്ണീരോടങ്ങനെ പറയും. ബാപ്പന്റെ അമ്മ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞായിഷക്ക് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ആമിന. 2 ആളും കൂടി ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങായിരുന്നു എന്നാ. എന്തിന്? അന്നന്നത്തേക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. 2 ആളും കൂടി നെല്ലരിഞ്ഞുകൊണ്ടുപോയി കുത്തിക്കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന തവിട് അതിൽ പഞ്ചസാര ഇട്ട് കോന്തൽമ കെട്ടിക്കൊണ്ടുവരുമായിരുന്നു എന്നാ. വാരിക്കൊടുക്കുന്ന സമയത്ത് ആമിനും അങ്ങനെ ഹൃദയം പൊട്ടിക്കരഞ്ഞു. വല്യമ്മ ചോദിച്ചപ്പോ പറഞ്ഞ പോലെ ഇഞ്ച ബഷീർ 2 ദിവസമായിട്ട് പട്ടിണിയാ, ഓനെ ആ മാങ്ങ തള്ളിയിട്ട് കൊടുത്തത് ആ പച്ചമാങ്ങാന്ന്. അവസാനം തവിടിന്റെ പകുതി അമ്മ കൊടുത്തുന്നും 2 പേരും കൂടി കെട്ടിപ്പിടിച്ച് മുറ്റത്തുനിന്ന് കരഞ്ഞു എന്നൊക്കെ കേൾക്കുമ്പോ ഇന്ന് നമ്മൾ ഓൺലൈനിൽ കാത്തിരിക്കുക. ഒരു മന്തി ഓർഡർ ചെയ്താൽ 10 മിനിറ്റിന്റെ ഇടയ്ക്ക് തന്നെ ചെയ്താൽ 2 എണ്ണം കിട്ടും. കടിച്ചു വലിച്ചു തിന്നിട്ട് ബാക്കി കൊണ്ടുവച്ച് കളയും. ഒരു സമയത്ത് കാത്തിരിക്കാണ് രാത്രി 12ന്റെയും 12:15ന്റെയും ഇടയിൽ. നിങ്ങൾക്കൊന്ന് ഓർഡർ ചെയ്താൽ 2 എണ്ണം കിട്ടും. ഒരു വീട്ടിൽ തന്നെ ഉണ്ടാകും അവന്റെ ഷൂ വെക്കാൻ 4 റാക്ക്. എന്തിനാ? ഒന്ന് കാശ്മീർ പോയപ്പോൾ വാങ്ങി, ഒന്ന് ദുബായ് പോയപ്പോൾ വാങ്ങി, ഒന്ന് കോഴിക്കോട് ഉണ്ടായിത്തരും ഒന്ന് വാങ്ങി, ഒന്ന് എരഞ്ഞിക്കൽ അങ്ങാടിയിൽ നിന്ന് വാങ്ങി, ഒന്ന് മൂത്താപ്പാന്റെ മോളെ കല്യാണത്തിന് വാങ്ങി, ഒന്ന് മറ്റേ ചുരിദാറിന് യോജിച്ചത് വാങ്ങി, ഒന്ന് മറ്റേ പാന്റിന് വാങ്ങി. 8 എണ്ണം ഓനെന്നെ ഉണ്ടാവും. ആക്ഷേപിക്കല്ലോ ഞാൻ. വർള്ളഭിമാ കസം മതിയാകുന്നില്ല എന്ന് തോന്നും. പിന്നെ പൈസ ഉണ്ടാക്കാൻ എന്ത് വഴിയും നോക്കേണ്ടി വരും. ആ വഴി അന്ന് കുറെ മനുഷ്യന്മാർ നോക്കുന്നത്. ആ വഴിയാണ് ഇന്ന് മനുഷ്യന്മാർ നോക്കുന്നത്. എല്ലാത്തിലും കള്ളത്തരം. അതിപ്പം വാഹനത്തിലാണെങ്കിലും ശരി, വാഹന വിൽപ്പനയിലാണെങ്കിലും ശരി. ഈ കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്ത് പറഞ്ഞു, അനുഭവം പറയാണ് കേട്ടോ. അള്ളാഹു പറഞ്ഞ ലാ തൗക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായിട്ട് ഒരു വറ്റങ്ങളെ ശരീരത്തിൽ എത്തരുത്. ആ സാധുവിനെ കൊണ്ടുപോയി കാണിച്ചോട് തിളങ്ങി നിൽക്കുന്ന ഒരു കാറ് റാഹത്തിൽ വാങ്ങിക്കൊണ്ടുവന്ന് 2ാം ദിവസം കട്ടപ്പുറത്ത്
അവസാനം പരിശോധിച്ച് നോക്കിയിട്ട് വെറുതെ ഒരു ബ്ലേഡ് എടുത്ത് ചോണ്ടി വെക്കുമ്പോൾ അങ്ങനെ പൊളിഞ്ഞു വീഴുക. അവസാനം പെരണ്ടി അതിന്റെ മേലുള്ള അതിന്റെ ബാക്കിലുള്ളതാവട്ടെ ഒരു ഡോക്ടറുടെ ചിഹ്നവുക. ഏതോ നാട്ടിൽ നിന്ന് എവിടെയോ വെള്ളത്തിൽ കിടന്ന് കുതിർന്ന വണ്ടി കൊണ്ടുവന്ന് നന്നാക്കി ബാക്കിൽ ഒരു ഡോക്ടറെ ചിഹ്നം ഒട്ടിച്ചിട്ട് പറഞ്ഞു, ഒരു ഡോക്ടർ സ്വന്തം കൈകൊണ്ട് ഉപയോഗിച്ചതാ. മനുഷ്യർ ഈ പാപൊക്കെ എവിടെ നിന്നാ നമുക്ക് തീരുക? മണ്ണുക്ക് വെച്ച ആ ശരീരത്തിന് പോലും പടച്ചോന്റെ ഒരു ആശ്വാസം കൊടുക്കൂലെന്നാ, തിളപ്പ് അല്ല മാറ്റൂലെന്നാ. സാപത്ത് വെച്ച് തിളപ്പോ രബിയെ? ആരാന്റെ മുതല് തിന്നിട്ട് ആ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നതെങ്കിലേ ഈ ഇറച്ചിന്റെ അടിയിൽ, ഈ തോലിന്റെ അടിയിലുള്ള ഇറച്ചിണ്ടല്ലോ, അത് വെന്തോണ്ടിക്കും. അള്ളാനെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ പറ്റിച്ചവനെ മുൻനിർത്തിയിട്ട് പടച്ചോൻ ബോധ്യപ്പെടുത്തിയിട്ട് അവന്റെ പൊരുത്തം കിട്ടാത്ത കാലത്തോളം, സാപത്ത് വെച്ച് നബി പരലോകത്ത് പൊരുത്തം കിട്ടുമോ? കിട്ടൂല മനുഷ്യരെ. അത് കിട്ടാത്ത കാലത്തോളം നിങ്ങൾക്ക് നിങ്ങളെ നിസ്കാരം, നോമ്പ്, അത് പറ്റിച്ചിട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് വാപ്പനെയും കൂട്ടി ഉംറ ചെയ്താലും ഉമ്മനെയും കൂട്ടി ഹജ്ജിന് പോയാലും ശരി, അത് അള്ളാഹ് വിചാരണക്ക് എടുക്കൂല. നിങ്ങൾ പറ്റിച്ചോന്റെ നെഞ്ചിന്റെ പെടപ്പ് മാറാത്ത കാലത്തോളം. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. കുറെ കള്ളത്തരത്ത് കൂടെ ഉണ്ടാക്കിയിട്ട് കുറച്ച് പള്ളിക്ക് കൊടുക്കുക, കുറച്ച് ഉമ്മക്ക് ഹജ്ജിന് ചെയ്യാൻ കൊടുക്കുക, കുറച്ച് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു സേവനം ചെയ്യുക, എന്നാ പിന്നെ അത് പടച്ചോൻ അങ്ങ് കബൂലാക്കുന്ന. അള്ളാഹ് അത്ര വലിയ പൊട്ടനാണല്ലോ, മനുഷ്യന്മാരെ മനസ്സറിയാത്തവൻ. വറളബിമാ ഖസമല്ലാഹുലക, പടച്ചോൻ തന്നു 10 ഉറുപ്പ്യാണോ അതേ നമുക്ക് വിധിച്ചിട്ടുള്ളൂ, അതേ നമുക്ക് വിധിച്ചിട്ടുള്ളൂ. അതുമ്മൽ അങ്ങ് തൃപ്തി കാണാൻ പഠിക്കണം. 1000 പടച്ചോൻ വിധിച്ചിട്ടുണ്ടോ? ഓർമ്മ വരണം, പണക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ 40 കൊല്ലം മുൻപ് പാവപ്പെട്ടവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. പാവപ്പെട്ടവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഈ തിരിച്ചറിവാണ് നമുക്ക് പടച്ചോന്റെ ദുനിയാവ് മനോഹരാക്കുക. ഒരു ഉണക്കറൊട്ടിയിൽ സ്വർഗം കണ്ട സ്വപ്നം കണ്ട സഹാബത്തും ഇന്ന് ഉണക്കറൊട്ടി ഷവായന്റെ കൂടെ കിട്ടുന്നത് മാറ്റിച്ചിട്ട് വേറെ ഓർഡർ ചെയ്യുന്ന നമ്മളും തമ്മിൽ ഒരേ സ്വർഗത്ത് കയറുമെന്ന് വിചാരിക്കരുത് കേട്ടോ. എങ്ങനെ? ഒരണക്കറൊട്ടി കിട്ടുമ്പം ആ ഉണക്കറൊട്ടിയിൽ 4 മക്കളെയും കൂട്ടി സ്വപ്നം കണ്ട് സ്വർഗം കണ്ട് കടന്നുറങ്ങിയ സഹാബത്തും ഒരു ഷവായ ഓർഡർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ കിട്ടുന്ന കുബൂസ് വേസ്റ്റിലിട്ടിട്ട് അതിന്റെ കൂടെ തിന്നാൻ വെറൈറ്റി വാങ്ങി തിന്നുന്ന നമ്മളും ഒരു സ്വർഗത്ത് കയറുന്ന ഒരിക്കലും സ്വപ്നം കാണരുത്. ആ തിരിച്ചറിവാണ് മനുഷ്യരെ പടച്ചോൻ പറഞ്ഞ ഈമാനിന്റെ ലക്ഷണം. മൂന്നാമത്തത് വഹ്സിൻ ഇലാ ജാരിക, നിങ്ങൾ അയൽവാസിനോട് നിങ്ങൾ ഏറ്റവും മാന്യമായിട്ട് പെരുമാറണം. ഫത്തകുൻ മുഅ്മിനൻ, എന്നാ നിങ്ങൾ മുഅ്മിനാണെന്ന് പടച്ചോൻ നിങ്ങൾക്ക് രേഖപ്പെടുത്തും. ഈ ഒരു മുഅ്മിനാണെന്ന് പറയേണ്ടത് നാട്ടുകാരല്ല. അഹമ്മദാക്ക് എങ്ങനെയുണ്ട്? എ ക്ലാസ് ദീന്, 5 വക്തിനും പള്ളിയിലുണ്ടാവും, മഴ ആയാലും വെയിലായാലും. പള്ളിയിൽ നേരത്തെ മൂപ്പരാക്കുക, സുബീക്ക് മോട്ടർ ഇട്ട് വെള്ളം നിറച്ച് വെക്കും. ഡീസന്റ് മുഅ്മിനാ. ചില ആൾക്കാർ പറയും അമ്പ ദീന് ഭയങ്കര ദീനാ, ഭയങ്കര മുഅ്മിനാ. കാരണം എന്താ? ഭയങ്കര താടി, ഭയങ്കര മീശ. അല്ല നല്ല ദീനാട്ടോ, എത്രയാ കൊടുക്കുക എന്നാ. മനുഷ്യരെ അല്ല ദീൻ അളക്കുന്നതേ വഹ്സിൻ ഇലാ ജാരിക, അവന്റെ അയൽവാസിനോട് ചോദിക്കുന്ന. അയൽവാസിനോട് ചോദിച്ചിട്ട് ഒരാൾ മുഅ്മിനാണോ എന്നല്ല തീരുമാനിക്കുക. അയൽവാസിനോട് ചോദിച്ചിട്ട് അല്ല തീരുമാനിക്കുക. അതുകൊണ്ടാ നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വഹ്സിൻ ഇലാ ജാരിഹി, അവൻ അവന്റെ അയൽവാസിയോട് ഏറ്റവും മര്യാദക്ക് പെരുമാറട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നിക്കാഹിന് പോയ ഒരു സ്ഥലത്ത് കല്യാണം നടക്കുന്ന വീടിന്റെ തൊട്ട് മുൻപിലുള്ള ഒരു വലിയ പാർക്കിംഗ് സ്പേസ് ഉള്ള ഒരു വീടിന്റെ ഗേറ്റ് തുറന്നിട്ടേ ഇല്ല. ആ ഗേറ്റ് ഇങ്ങനെ 2 ചങ്ങലിട്ട് കുടുക്കിച്ച്. അപ്പൊ നമ്മളൊക്കെ അങ്ങനെ വണ്ടിയായിട്ട് ഇടങ്ങാറാകുമ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ? പറഞ്ഞ ഒരു കുറെ കൊല്ലമായിട്ട് അലോഗ്യത്തിലാണ്. ഞാൻ ചോദിച്ചു മുസ്ലിങ്ങളെ 2 ആളും മാപ്പിളാരാണ്. 2 ആളും. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ബന്ധങ്ങൾ അകറ്റുന്ന, അയൽവാക്കുകളുമായിട്ട് ബന്ധമില്ലാത്ത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം കേട്ട് സഹാബത്ത് പേടിച്ചു എന്നാ. നിങ്ങളുടെ സ്വത്തിൽ അയൽവാസിക്ക് അവകാശം ഉണ്ടോന്ന് റസൂല് പറയോ, അല്ല പറയോന്ന്. ആദ്യം സ്ഥലം വെക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞു ആദ്യം അന്വേഷിക്കേണ്ടത് ആരോടാ? നിങ്ങളുടെ സ്ഥലത്തിന്റെ അയൽവാസിയോട്. അയൽപ്പക്കക്കാരന്റെ കാറ്റ് തടയുന്നത് നിങ്ങളെ മതിലാണെങ്കിൽ, മരമാണെങ്കിൽ അത് മുറിച്ചു മാറ്റി കൊടുക്കണം. ഇതൊക്കെ ഹദീസിൽ സ്വഹീഹായി രേഖപ്പെടുത്തിയതാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അയൽപക്കത്തുള്ള സൂക്കേടായിട്ട് 10 ദിവസം മൈത്രയിൽ കിടന്നാൽ നമ്മളറിയൂല. ഓൻ തിരിച്ചന്ന് പൊരേ കിടക്കുമ്പോൾ നമ്മളെ പൊരയിൽ വന്നിട്ട് ഒരാൾ ബെല്ലടിച്ചു അല്ലേ സുഖല്ലാണ്ട് കിടന്ന മുനീറിന്റെ വീട്, മുനീറിന്റെ പൊര അതാണ്, സുഖല്ലായ്മ ഉണ്ടോ ഞാളറിഞ്ഞില്ലട്ടോ അറിയൂ. അത്ര ബന്ധങ്ങൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന അയൽപ്പക്ക ബന്ധം, ശത്രുതയും പകയും കൂടുന്ന, അയൽപ്പക്കക്കാരന്റെ നന്മയിൽ അസൂയ മൂളുന്ന, അവന്റെ വളർച്ചയിൽ കുശുമ്പ് കൂടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഭയങ്കര മുത്തക്കീങ്ങളായിട്ട് നിസ്കാരവും നോമ്പായിട്ട് നടന്നിട്ട് കാര്യമല്ല.
അള്ളാഹു പറയുന്നത് എന്തു കരുതി എല്ലാ വൃത്തിയോടും ചെയ്യുന്ന അയൽവാസിനോട് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കണമെന്നും അല്ലട്ടോ. നമുക്കെന്നും പാരപണിയുന്ന, എന്നും ദുഷ്ടതയോടെ പെരുമാറുന്ന, എന്നും നമ്മളെ പ്രയാസപ്പെടുത്തുന്ന അയൽവാസിനെ ചെന്ന് നിങ്ങൾ തോളിൽ കൈയിട്ട് മാലട്ട് കൊണ്ടുവരണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഒരു കാരണവുമില്ലാണ്ട് അയൽവാസികളുമായി കുശുമ്പും അസൂയയും കൊണ്ട് വേർപ്പെട്ട് ജീവിക്കുന്ന മനസ്സ്, ഒരു പരോപകാരവും അയൽവാസിക്ക് ചെയ്തു കൊടുക്കാത്ത മനസ്സ്, സ്വന്തം അയൽവാസിയോട് ഒരല്പം വെള്ളം ചോദിച്ചാൽ പോലും കൊടുക്കാത്തവർ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് അയൽവാസിക്ക് പൊരണ്ടാക്കാൻ വേണ്ടി സ്വന്തം അതിലൊരല്പം പൊളിച്ചു കൊടുത്ത് ആ പൊരക്ക് വേണ്ടി എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് അവസാനം ഈ അയൽവാസി പോയിട്ട് കേസ് കൊടുത്ത് ആ പൊര പൊളിച്ചു തന്ന സ്ഥലം കൂടി എനിക്ക് അവകാശപ്പെട്ടതാ, എനിക്ക് അതിലെ കാറുകൊണ്ട് വരണം. അങ്ങനത്തെ ആളുകളും ഇന്ന് സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകളോടൊക്കെ റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, ദുനിയാവിൽ നിങ്ങൾ ജയിക്കും. കാരണം കേസ് പറഞ്ഞാൽ ഏത് ബലാത്സംഗം ചെയ്തോനെയും പുഞ്ചിരിച്ചോനാക്കാം, ഏത് പുഞ്ചിരിച്ചോനെയും ബലാത്സംഗം ചെയ്തോനാക്കാം, അറിയാണ്ട് തട്ടിയോനെ പീഡകനാക്കാം, ഒന്ന് ചിരിച്ചതിന്റെ പേരിൽ അവിഹിതാക്കാം. ഇതൊക്കെ പറ്റും, ദുനിയാവ് പറ്റും. നമ്മളാരും 10-200 കൊല്ലൊന്നും ദുനിയാവിൽ ജീവിക്കാൻ വന്നതല്ല. 1925 അൻസാറില്ല, 2025 2125 ഞാൻ ഉണ്ടാവൂല. നമ്മളാരും 10-200 കൊല്ലത്തേക്ക് വന്നോലൊന്നുമല്ല. ഈ ജീവിച്ചിരിക്കുന്ന ഈ കാലത്തെ മനുഷ്യരിലെ ഞാനുങ്ങളുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇപ്പൊ എന്നോടൊരാൾ ചോദിക്കുകയാണെങ്കിൽ വാപ്പന്റെ പേരെന്താ? അബ്ദുറഹിമാൻ. വാപ്പന്റെ പേരെന്താ? പോക്കുട്ടി സാഹിബ്. പോക്കുട്ടി സാഹിബിന്റെ വാപ്പന്റെ പേരെന്താ? എനിക്കറിയൂല. ഇനിയോ ചിലർക്ക് 3 അറിയായിരിക്കും, അതിന്റെ മേലേക്ക് അറിയൂല. അതിന്റെ അർത്ഥം 2 തലമുറന്റെ മേലേക്ക് എനിക്ക് ഇങ്ങൊക്കെ ഒരു വിവരവും ഇല്ല. ഇനി ഒരു 2 തലമുറ താഴേക്ക് പോയാൽ എന്റെ മോൻ അബ്ദുള്ള, ഇനി അബ്ദുള്ള കല്യാണം കഴിച്ചൊരു മക്കൾ ഉണ്ടായാൽ അത് അതിന്റെ താഴേക്ക് പോയാൽ ഇനിയൊരു മനുഷ്യനും ഓർമ്മ ഉണ്ടാകുകയില്ല. ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യന്മാരെ മനസ്സിലെ ഞാനുങ്ങളും ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യന്മാരെ എനിക്കും ദ്വാരക്കാനുള്ളൂ. ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യന്മാരെ എനിക്കും നിസ്കരിക്കാൻ വരാനുള്ളൂ. ആ മനുഷ്യരെ മുൻപിൽ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റണം. ഇതാണ് 3ാമത്തെ വഹ്സിനിൽ ആചാരിക്ക. സമയ പരിമിതിയുണ്ട്, 2 കൂടി പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിക്കാം. 8:30 നിസ്കാരം. 3ാമത്തത് നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം നിന്റെ സഹോദരനും വേണ്ടിയിട്ട് ഇഷ്ടപ്പെടണം. അഥവാ നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം. നമുക്ക് മാത്രം ഉണ്ടാക്കിയാൽ പോരാ. ഇന്ന് ചിലർ പറയും ആളെങ്ങനെയാ? ഡീസന്റ് മനുഷ്യൻ. അതെന്താ? മൂപ്പര് ജോലി, പള്ളി, നിസ്കാരം, അത്രേ ഉള്ളൂ. ആരോടൊന്നിനുമില്ല. എന്നാ എന്നെ നിങ്ങൾ വന്ന് നോക്കിയേണ്ടി. എനിക്കൊക്കെ കുറെ ആളുടെ കുറ്റുണ്ട്. അതെന്തുകൊണ്ടാ? ദീന് പറയാൻ പോയതിന്റെ. ആളുടെ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടണോ? ഒരു കാര്യത്തിലും ഇടപെടണ്ട, ഒന്നിനെയും പറ്റി പറയണ്ട, ആരെന്ത് തോന്നിയാസം ചെയ്താലും വൃത്തിയോട് ചെയ്താലും മിണ്ടണ്ട. നമ്മൾ വരിക, നമ്മളെ കാര്യം ചെയ്യുക, നമ്മളത് പോവുക. എന്നാ ഓന് നല്ല പേരായിരിക്കും നാട്ടിൽ. ആള് ഭയങ്കര ആട്ടോ. മൂപ്പരെ കാര്യം ചെയ്ത് അങ്ങ് പോകും. നിസ്കാരത്തിന് വരും, പോവും. പിന്നെ വെള്ളിയാഴ്ച വരും, പോവും. പിന്നെ എന്തെങ്കിലും ചോദിച്ചാലൊക്കെ എന്തെങ്കിലും തരും. എന്നാ സമൂഹത്തിൽ അയാളെ കൊണ്ട് എന്താ ഗുണം? അള്ളാന്റെ ദീനിന് എന്താ ഗുണം? വമൻ അഹ്സനു ഖൗലൻ, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാ? അള്ളാന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്നു. അത് ചെയ്യോ? ഇല്ല. അതെന്താ? അതെടുത്താൽ കുറെ ആളായിട്ട് പണങ്ങേണ്ടി വരും. അത് നിങ്ങൾക്ക് അടുത്ത വെള്ളിയാഴ്ച അറിയണമെങ്കിൽ ബാക്കിൽ കഴിവുണ്ടായിട്ടും ആരോഗ്യം ഉണ്ടായിട്ടും ചാരി കുത്തിരിക്കുന്ന കുറച്ചാളോട് ഒന്ന് സഫൊപ്പിച്ച് മുന്നോട്ടങ്ങ് നിന്നോളൂ, ഒന്ന് സഫൊക്കെ ഒന്ന് റെഡിയാക്കി എന്ന് പറഞ്ഞാൽ പോലെ നമ്മളെ ഒരു നോട്ട. പിന്നെ ആയുസിലോ നമ്മളെ മൊത്തേ നോക്കൂല. നല്ലത് പറഞ്ഞ ആൾക്കാർ നമുക്ക് എതിരാവും. നമ്മൾ നന്നാവണമെങ്കിൽ ആരോടൊന്നും പറയേണ്ട, എന്ത് തോന്നിയാസം ചെയ്താലും സൈഡിൽ കൂടി അങ്ങ് പോയാൽ മതി. ദീനിന് വേണ്ടി പണിയൊന്നും എടുക്കണ്ട. ആരെങ്കിലും എന്തെങ്കിലും ദീനിന്റെ പണിയെടുക്കുമ്പോൾ വെറുതെ ഒന്ന് പോയി ഇരുന്ന് കേട്ടു കൊടുത്താൽ മതി. 4 ആളിടയിൽ നമുക്ക് സൽപ്പേരുണ്ടാക്കാൻ ഭയങ്കര സുഖ. എല്ലാവരുടെ മനസ്സിലും സൽപ്പേരുണ്ടാവും. പടച്ചോൻ ആ സൽപ്പേരുണ്ടാവില്ല കേട്ടോ. അള്ളാഹ്ക്കോനെ പറ്റി വലിയ പേരൊന്നും ഉണ്ടാവില്ല. കാരണം അള്ള ഒരു മനുഷ്യന് വിലയിടുന്നത് ഓൻ ദീനിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് നോക്കിയില്ല. 5ാമത്തത് വലാ തുക്സിരി ലോഹിക്ക, കൂടുതൽ ഹാപ്പിനെസ് ആഗ്രഹിക്കരുത്. ഫുള്ള് ഹാപ്പിനെസ്. കാരണം കസറത്തു ലോഹിക്ക് തുമീത്തുൽ കൽബ്, നിങ്ങളുടെ ഹൃദയത്തെ അത് കൊന്നുകളയും. ഞാൻ ഇന്ന് പറയാറുണ്ട്, ഫുള്ള് ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നത് കൊണ്ടാവാം ആർക്കും ഒന്നും മതിയാവുന്നുമില്ല, പെട്ടെന്ന് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് 1998 SSLC. അന്ന് ഞാൻ പടച്ചവനോട് പ്രാർത്ഥിച്ചു, റബ്ബേ 211. കൂട്ടത്തിലുള്ള പലർക്കും അറിയാം അന്ന് 210 അതിനും കിട്ടേണ്ടി. എല്ലാറ്റിലും 10, മൊത്തത്തിൽ 210 മാർക്ക് കിട്ടിയാൽ ജയിക്കും. അന്ന് ഞാനൊക്കെ ദുആയിരുന്നിക്ക്, റബ്ബേ 211, ഒരു അസൂയയില്ല, ഒരു ആർത്തിയുമില്ല, റബ്ബേ 211 കിട്ടണം, എങ്ങനെങ്കിലും ഒന്ന് ജയിക്കണമെന്ന്. ഇന്ന് 10ാം ക്ലാസ് എക്സാമിന്റെ റിസൾട്ട് അറിയുന്നത് വരെ ഇങ്ങനെ ഉമ്മക്കും വാപ്പക്കും കുടുംബക്കാർക്കും ബേജാർ. എന്താ? 10 A+ കിട്ടണം.
കിട്ടിയ നോക്കുമ്പോൾ 9 A+ 1 A. 4-ാമത്തെ ദിവസം കുട്ടി കയറുമ്മല് എന്തേ 1 A+. ഫോണ് കൊടുക്കാത്ത അമ്മ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് വെക്കടാ ഫോണാടാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് കുട്ടി വാതിലടിച്ചു കൊണ്ടുപോയി പോയി ആത്മഹത്യ ചെയ്തു. ഞാനൊക്കെ പറയലുണ്ട്, എനിക്കൊക്കെ കിട്ടിയതിന് കയ്യും കണക്കുമില്ല. വല തുക്സിറുല്ലഹിക, ഹാപ്പിനെസ് മാത്രമേ മനുഷ്യന്മാർ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കല്യാണത്തിന് മധ്യസ്ഥം പറയാൻ പോകും. നാട്ടിലായാലും ചിലപ്പോൾ കോഴിക്കോടൊക്കെ വന്നിട്ട് ഒന്ന് കേൾക്കാനിരിക്കുന്ന. അപ്പൊ ഞാനൊക്കെ ചിലരോട് ചോദിക്കും, അല്ല എന്താ ഇപ്പൊ പ്രശ്നം? അപ്പൊ ചിലർ പറയും, ഇങ്ങ് കേൾക്കണോ, ഓള് പൂതിയോണ്ട് പറഞ്ഞത് ഒരു ഷവർമ്മ ഒന്ന് വാങ്ങിക്കൊണ്ട കൊടുക്കുക. അതായത് ഷവർമ്മ കൊണ്ട കൊടുക്കാത്തതിന്, മലേഷ്യ കൊണ്ടുപോകാത്തതിന്, സിംഗപ്പൂർ കൊണ്ടുപോകാത്തതിന്, മാസത്തിൽ ടൂർ ഉണ്ടാകാത്തതിന് ഡൈവോഴ്സ്. ശരിയാവൂല. പിന്നെ ഓനിങ്ങനെ ഒരു വൈബില്ലാത്തതിന് ഡൈവോഴ്സ്. എന്റെ വല്യമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ വല്യാപ്പാനെ കണ്ട 6-ാമത്തെ ദിവസം രാത്രിയാണ്. കാരണം വല തുക്സിറുല്ലഹിക, ആളുകൾക്ക് ഹാപ്പിനെസ് മാത്രം മതി, എല്ലാ കാര്യത്തിലും ഹാപ്പിനെസ്. ആ ഹാപ്പിനെസ് ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ എന്തേ സങ്കടം വരുമ്പോഴേക്കും ആള് ഡള്ളാകും. ഇവിടെ ക്യാൻസർ വന്നവനൊക്കെ ചക്രശ്വാസം വലിക്കുമ്പം മൂക്കടപ്പ് വന്നാൽ മതി, ആൾക്കാർക്ക് ഭ്രാന്താവേ. ഒരേല് പിയാപ്പിളക്ക് ഭയങ്കര ദേഷ്യം, എന്തേ മൂപ്പർക്ക് മൂക്കടപ്പ് ജലദോഷം വന്നിട്ട് മാറുന്നില്ല, സ്മെല്ല് കിട്ടുന്നില്ല, ഭ്രാന്ത. പിന്നെ ആടെ ദേഷ്യം, ഇവിടെ ദേഷ്യം, അങ്ങോട്ട് പറച്ചില് ഇങ്ങോട്ട് പറച്ചില്, 4 വലി മൂക്കോട്ട് വലിച്ചിട്ട് എന്നുള്ളൊരു. പല തുക്സിറുല്ലഹിക, മനുഷ്യരെ ദുനിയാവ് ചെറുതാ. ആ ദുനിയാവിലെ കുറച്ച് കാലത്തേക്ക് വന്ന ഞാനുങ്ങളും ദുനിയാവിന് വേണ്ടി മത്സരിക്കരുത്. നമ്മളെ കുടുംബം കൈവിട്ടു പോകാതിരിക്കാൻ ഈ ഒരു 5 സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി. ആരെയും ബോധ്യപ്പെടുത്താനോ അല്ല, ആരെ സർട്ടിഫിക്കറ്റ് കിട്ടാനോ അല്ല, നാളെ മറ്റന്നാൾ നമ്മളെ പറ്റി ആരെങ്കിലും നല്ലത് പറയാനും അല്ല. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മക്കൾ പറയണം, പാപ്പ നല്ലൊരു സമാധാനമായിരുന്നു. എൻ്റെ ഭാര്യ പറയണം, മൂപ്പര് എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. എൻ്റെ ഭർത്താവ് പറയണം, അവളായിരുന്നു എൻ്റെ ധൈര്യം. എൻ്റെ കുടുംബം പറയണം, ഓനായിരുന്നു കുടുംബത്തിൻ്റെ ഒരു സന്തോഷം. അതാണ് ദീന്, അതാണ് ഇബാദത്ത്, അതാണ് ജീവിതം. ആ ജീവിതത്തിനാവട്ടെ നമ്മുടെ ഈ ഒരു ഒരുമിച്ച് കൂടൽ എന്ന പ്രാർത്ഥനയോടെ അള്ളാഹു ഇതിനേക്കാൾ മനോഹരമായ സ്വർഗത്തിൽ നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് അള്ളാഹു സ്വർഗപ്പുങ്കാവനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അഭയം നൽകുമാറാകട്ടെ. മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് പരീക്ഷിക്കപ്പെടുന്നുണ്ട്. റബ്ബേ, മക്കളെന്ന അനുഗ്രഹം നൽകുകയും ക്ഷമയോടെ നിന്റെ പരീക്ഷണത്തെ നേരിടാൻ ഓരോ മനസ്സിനും നീ തക്കുകയും ധൈര്യവും നൽകി ഓരോരുത്തരോടും കാരുണ്യം കാണിക്കണമേ. നാളെ നിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നല്ലൊരു കുടുംബമാകാൻ ഞങ്ങളുടെ ആരുടെ ഹൃദയത്തിനാണോ റബ്ബെ മാറ്റം ഉണ്ടാകേണ്ടത്, ആ മാറ്റം നൽകി ദീനിൽ ഉറച്ചു നിന്ന് ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദിൽ ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.